വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മാംസത്തിന്റെ ജീവൻ അതിന്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തം മുദ്രയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവനാണ് നമ്മുടെ മേൽ മുദ്രയായിരിക്കുന്നത്. മനസ്സിലാകുന്നോ? യേശുവിന്റെ രക്തം എന്റെ മേൽ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവനാണ് നമ്മളെ കവർ ചെയ്യുന്നത്. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. അങ്ങനെയെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പൗലോസിന്റെ കയ്യെ അണലി കടിച്ചു ഞാന്നു തന്റെ വിഷം കയറ്റാനും പൗലോസിനെ മരണം വ്യാപിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഇതാ പൗലോസിന്റെ മേൽ മരണം വ്യാപരിക്കത്തില്ല. കാരണം യേശുവിന്റെ ജീവൻ അവനിലുണ്ട്. യേശുവിന്റെ ജീവൻ പൗലോസിന്റെ മേലുള്ളപ്പോൾ ആമേൻ, അണലിയുടെ മരണം തന്റെ മേൽ വ്യാപരിക്കുവാൻ ദൈവം തന്നെ വിട്ടുകൊടുക്കത്തില്ല. യേശുവിന്റെ രക്തം ഇവിടെ ഇരിക്കുന്ന നിന്റെ മേൽ മുദ്രയുണ്ടെന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവനാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഈ ജീവൻ നമ്മുടെ മേൽ വ്യാപിക്കുമ്പോൾ നിന്നെ മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് മരണത്തിന്റെ വ്യാപാരം നിന്നിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ ആഭിചാരം ചെയ്തത് കൊണ്ടോ, നേർച്ചകൾ ചെയ്തത് കൊണ്ടോ, ശാപങ്ങൾ പറഞ്ഞത് കൊണ്ടോ നീ തകർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ രക്തത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അസാധാരണമായതാണ്.